നാമത്തിൽ എൻ്റെ നന്ദി പറയുന്നു. ഞാൻ ഒരു 3 വർഷം സിൻസിനാറ്റിയിൽ ആയിരിക്കാനായിട്ട് ദൈവം ഞങ്ങൾക്ക് സമയം തന്നു. ഞാനിപ്പോൾ ഓർക്കുന്നു 2023 ഒരു ഓഗസ്റ്റിലാണ് ഫസ്റ്റ് ഞങ്ങളിവിടെ. ഞാനത് കഴിഞ്ഞിട്ട് തിരിച്ച് കുവൈറ്റിലേക്ക് മടങ്ങിപ്പോയി. പരിചയമില്ലാത്തവർക്ക് ഒന്ന് ചെറുതായിട്ട് പരിചയപ്പെടുന്നത്, ഞങ്ങൾ കുവൈറ്റിലായിരുന്നു കഴിഞ്ഞ 22 വർഷങ്ങളായിട്ട്. US വരുന്നതിൻ്റെ കാര്യം ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിരുന്നതല്ല, ആഗ്രഹിച്ചിട്ടും ഉണ്ടായിരുന്നതല്ല. ശരിക്കും കുവൈറ്റിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോയി സെറ്റിൽ ചെയ്യാനായിട്ടുള്ളൊരു പ്ലാനായിരുന്നു ഞങ്ങളത്. കാരണം മൂത്ത ആൾക്ക് ഐസക്കിന് സ്കൂളിങ് അവിടുത്തെ കഴിഞ്ഞു. അന്നേരം നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, മിഡിൽ ഈസ്റ്റിൽ ഒരു സ്കൂളിങ് കഴിഞ്ഞാൽ കോളേജ് അവിടെ നടക്കത്തില്ല. അപ്പോൾ ഐസക്ക് തിരിച്ച് നാട്ടിലോട്ട് പോയി. അപ്പോൾ ഞങ്ങളും തിരിച്ച് പോകാനായിട്ടുള്ള ഏകദേശമുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഐറിൻ്റെ രണ്ടാമത്തെ ആളുടെയും കൂടെ പഠിത്തം 12th ആകുമ്പോഴേക്കും. പക്ഷേ പെട്ടെന്നാണ് സിൻസിനാറ്റിയിൽ നിന്നൊരു ഞങ്ങൾ അപ്ലൈ പോലും ചെയ്യാത്തൊരു ഓഫർ ജൂസിക്ക് വന്നത്. അപ്പോൾ ഒരു കൺഫ്യൂഷനായിരുന്നു എന്താണ് തീരുമാനിക്കേണ്ടതെന്നുള്ളത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ബോർഡ് വെച്ചിട്ടുള്ള, അതിൽ ഒരു ബോർഡ് എപ്പോഴും എന്നെ റിമൈൻഡ് ചെയ്യുന്നൊരു വാക്യമുണ്ട്. അതിൽ ഹിയർ ഐ ആം ഗോഡ് സെൻഡ് മീ എന്നുള്ള വാക്യമാണ്. അതിൻ്റെ മുകളിലത്തെ വേഴ്സസ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗോഡ് ഇല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്: ഗോഡ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ യുവർ എബിലിറ്റി ഓർ യുവർ ഇന്നബിലിറ്റി, ബട്ട് ഗോഡ് ഈസ് ലുക്കിംഗ് ഫോർ യുവർ അവൈലബിലിറ്റി. അതായത് ദൈവത്തിന് അവൈലബിളായിട്ടിരിക്കുക, ദൈവം പറയുന്നിടത്തോട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വന്ന ചിന്ത. സോ അന്നേരം അതൊരു കൺഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ജ്യൂസ് എടുത്ത് പറഞ്ഞു സാലറി കുറച്ച് കൂടുതൽ ചോദിക്കുക. അന്നേരം പോകുന്നെങ്കിൽ പോട്ടെ, കാരണം നമുക്ക് US പോകണ്ടെങ്കിൽ പോകണ്ട എന്നുള്ളത് തീരുമാനിച്ച് അങ്ങനെ പറഞ്ഞു. പക്ഷേ സാലറി കൂട്ടി ചോദിച്ചു, സാലറി അക്സെപ്റ്റ് ചെയ്തു. അന്നേരം അതൊരു കൺഫർമേഷനായിട്ട് എടുത്തിട്ട് ഞങ്ങൾ വരാമെന്ന് വിചാരിച്ചു. പക്ഷേ വരാമെന്ന് വിചാരിച്ചപ്പോൾ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിൻസിനാറ്റി എന്ന് പറയുന്നൊരു സ്ഥലം ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഇങ്ങനൊരു സ്ഥലം അമേരിക്കയിലുണ്ടെന്ന് തന്നെ അറിയില്ല. അപ്പോൾ പിന്നെ അമേരിക്കയിൽ ഓരോ പുതിയൊരു സ്ഥലത്തേക്ക് പോകണം, അവിടെ ആരെങ്കിലും പരിചയമുള്ളവരെ വേണമല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ ഗൂഗിളിൽ മലയാളി സിൻസിനാറ്റി, ഇന്ത്യൻ സിൻസിനാറ്റി എന്നൊക്കെ അടിച്ചു നോക്കി. നേരെ കൈരളി സിൻസിനാറ്റി എന്ന് പറഞ്ഞൊരു നമ്പർ വന്നു. ആ നമ്പറിൽ റാൻഡംലി ഞാൻ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ സിൻസിനാറ്റി ഇവിടെ മലയാളീസ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. നേരെ അദ്ദേഹം ആ വിളിച്ച ആളെ അടുത്ത് പറഞ്ഞു ഒരാളുടെ നമ്പർ തരാമെന്ന് പറഞ്ഞിട്ടൊരു നമ്പർ തന്നു. അത് ബോബൻ ചേട്ടൻ്റെ നമ്പറായിരുന്നു. എനിക്കത് കിട്ടിയപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം അമേരിക്കൻ മലയാളീസിനെ ഒന്നും നമുക്ക് അങ്ങനെ പരിചയമില്ല. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ റെസ്പോണ്ട് ചെയ്യുമോ, തിരക്കായിരിക്കുമോ എന്ന് അറിയത്തില്ല. എങ്കിലും ഞാൻ ഒന്ന് ധൈര്യപൂർവ്വം വിളിച്ചപ്പോൾ എൻ്റെ സംശയങ്ങളെല്ലാം മാറി. ഏകദേശം ഒരു അരമണിക്കൂറോളം ബോബൻ ചേട്ടൻ സംസാരിച്ചു. അതോടുകൂടി എൻ്റെ ആശ്വാസമായി. സിൻസിനാറ്റിയിലെ മലയാളീസ് ഏതായാലും നമ്മൾ വളരെ സമയമുള്ള ആൾക്കാരാണെന്ന് മനസ്സിലായി. അങ്ങനെ ബോബൻ ചേട്ടൻ എനിക്ക് അടുത്തൊരു കോൺടാക്റ്റ് തന്നു, 2 പേരുടെ കോൺടാക്റ്റ് തന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഏബൽ, പിന്നെ ജോസ് സിംസൺ. ഇവരാണ് സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വരാനായിട്ടുള്ള അറേഞ്ച്മെൻ്റ് എല്ലാം ചെയ്തു. അങ്ങനെ ഞാൻ ഒരാഴ്ചത്തേക്കാണ് വന്നത്. ഞാൻ തിരിച്ച് കുവൈറ്റിലേക്ക് പോയി. ഞാൻ വന്ന ആഴ്ചയിൽ തന്നെ ഇവിടെ സിൻസിനാറ്റി പ്രയർ ഗ്രൂപ്പിൻ്റെ ഒരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഇന്ന് എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ ഫൗണ്ടറായിട്ടുള്ള ബോബൻ ചേട്ടൻ്റെ ബ്രദറിലോ ആയിരുന്നു അന്നത്തെ മെസ്സേജ്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്ന US അറ്റൻഡ് ചെയ്യുന്ന പ്രയർ മീറ്റിംഗ് ഇതായിരുന്നു. അങ്ങനെ ദൈവം അയച്ചിട്ടാണ് ഞങ്ങളോട് വന്നതെന്നുള്ളൊരു കൺഫർമേഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനേക്കാൾ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സത്യത്തിൽ കുവൈറ്റിലെ 22 വർഷമായിരുന്നപ്പോഴും അവിടുത്തെ ചർച്ചിൽ ദൈവവചനം ടീച്ച് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഞാൻ തീരുമാനിച്ചിരുന്നു ഇവിടെ വന്നിട്ട് ഞാനത് ആരുടെടുത്തും പറയില്ല. കാരണം ഇഫ് ഗോഡ് ഈസ് ഓപ്പണിങ് എ വേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ ഇവിടെയും പറഞ്ഞിരുന്നില്ല. പക്ഷേ റാൻഡംലി യാദൃശ്യമായിട്ട് ബോബൻ ചേട്ടൻ ഒരു ദിവസം എൻ്റെ അടുത്ത് മെസ്സേജ് പറയാനായിട്ട് പറഞ്ഞു. ഞാൻ ആദ്യം ബോബൻ ചേട്ടനോട് ചോദിച്ചു എത്ര സമയമാണെന്ന് ചോദിച്ചാൽ ബോബൻ ചേട്ടൻ പറഞ്ഞു 15 മിനിറ്റാണെന്ന് പറഞ്ഞു. ഞാൻ 14 മിനിറ്റിൽ മെസ്സേജ് നിർത്തി. അന്നേരം ബോബൻ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു 15 മിനിറ്റ് എന്ന് പറഞ്ഞ് ഒരു 5 മിനിറ്റ് കൂടെ കൂടുതൽ എടുത്താലും കുഴപ്പമില്ലാത്തതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ എൻ്റെ ലാസ്റ്റ് മെസ്സേജാണ്. അന്നേരം ബോബൻ ചേട്ടൻ എനിക്ക് ഒരു ഫ്രീഡം തന്നിട്ടുണ്ട്, 10-15 മിനിറ്റ് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. സോ ഐ എം ടേക്കിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് വീണ്ടും ഇവിടെ നിന്ന് അടുത്തൊരു സ്ഥലത്തേക്ക്, ഒരിക്കൽ പോലും ഞങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു സ്ഥലത്തേക്ക് വീണ്ടും പോകേണ്ടി വരികയാണ്. അടുത്ത മാസം 3-ാം തീയതി 4-ാം തീയതി ഞാൻ ഇവിടുന്ന് പോകണം. ജൂസിയും ഫാമിലി ഓൾറെഡി അവിടെ ടൂസൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് അരിസോണയിലെത്തി. സോ ഐ ആം റിയലി താങ്ക്ഫുൾ ഫോർ ദ മീറ്റിംഗ്. എല്ലാവർക്കും ഞങ്ങളെ നന്ദി അറിയിക്കുന്നു. പെട്ടെന്ന് ചില ദൈവവചന ചിന്തകളിലേക്ക് പോകാം. ഞാൻ ഇതിനു മുമ്പ് എടുത്ത മെസ്സേജുകൾ നിങ്ങൾക്കറിയാം. യേശുക്രിസ്തുവിൻ്റെ പാരബിൾസാണ് പലപ്പോഴും ചിന്തിച്ചത്. ഇന്നും അതുപോലത്തെ ഒരു പാരബിളിനെ പറ്റി ചിന്തിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാത്യു ചാപ്റ്റർ 20. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നീടാണെങ്കിലും പോയിട്ട്
വായിച്ചു നോക്കണം, എങ്കിലും ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. ഈ പാരബിൾസ് എന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പാരബിൾസ് ആണെന്നുള്ളൊരു ബോധ്യത്തെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. മാത്യു ചാപ്റ്റർ 20 എന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഈ പാരബിൾസ് എന്ന് പറയുന്നത് വെറും കഥകളല്ല. അത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, സ്റ്റോറീസ് വിത്ത് എ സ്റ്റിങ് ഇൻ ദ ടെയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യേശുക്രിസ്തുവിൻ്റെ പാരബിൾസ് എന്തുകൊണ്ടാണ് 2000 വർഷം മുമ്പ് പറഞ്ഞ പാരബിൾസ് ഇപ്പോഴും റെലവൻ്റ് ആയിരിക്കുന്നത്? അതിൽ ചില ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സന്ദേശങ്ങളുണ്ട്. നമ്മുടെ കഥ പറയുന്നതല്ല, കഥ പറയുമ്പോൾ നമ്മുടെ കഥ പറഞ്ഞിട്ട് അവസാനം അവർ രണ്ടുപേരും സുഖമായിട്ട് അങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞ കഥ നിൽക്കും. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ പാരബിളിൽ എപ്പോഴും അതിൻ്റെ അവസാനം വരുമ്പോഴാണ് അതിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത്. അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സന്ദേശം ഇരിക്കുകയും ചെയ്യുന്നത്. അത് ഈ പാരബിളും അങ്ങനത്തെ ഒരു പാരബിളാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നീടാണെങ്കിലും നിങ്ങളിത് പോയി വായിച്ചു നോക്കണമെന്ന് ആഗ്രഹിക്കുന്നു. മാത്യു ചാപ്റ്റർ 20 അതിൽ തുടങ്ങുന്നിങ്ങനെ, ഫോർ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് എ ലാൻഡ് ഓണർ ഹു വെൻറ്റ് ഔട്ട് ഏർലി ഇൻ ദ മോർണിംഗ് ടു ഹയർ ലേബേഴ്സ് ഫോർ ഹിസ് വൈൻയാർഡ്. ഒരു സ്വർഗരാജ്യം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കേണ്ടതിന് അതിരാവിലെ പുറപ്പെട്ട ഒരു ഭൂവുടമയോട് സദൃശ്യം. നമുക്കന്നേരം ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും, രാവിലെ ഒരാൾ അയാളുടെ മുന്തിരിത്തോട്ടത്തിലേക്ക് ആൾക്കാരെ ഹയർ ചെയ്യാനായിട്ട് രാവിലെ പോവുകയാണ്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണം. ജൂയിഷ് ഇതിൽ രാവിലെ എന്ന് പറയുമ്പോൾ 6 o'clock ആണ്. അവിടെ തൊട്ടിട്ടാണ് ഇത് ടൈം താഴെ. അന്നേരം 6 മണിക്ക് ഒരാൾ രാവിലെ പോവുകയാണ്. രാവിലെ ചെന്ന് നിൽക്കുമ്പം അവിടെ ചെന്നിട്ട് ആദ്യത്തെ കൂട്ടരെ ഇദ്ദേഹം കാണുകയാണ്. അവരെ കാണുമ്പോൾ പറയാണ്, വെൻ ഹി ഹാഡ് എഗ്രീഡ് വിത്ത് ദ ലേബേഴ്സ് ഫോർ എ ദിനാറിയസ് ഫോർ ദ ഡേ ആൻഡ് ഹി സെൻഡ് ഹിം ടു ദ വൈൻയാർഡ്. അതിരാവിലെ ആദ്യം കണ്ട ആൾക്കാരുടെ അടുത്ത് അവൻ ഒരു ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞൊത്തു. എഗ്രീഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, അന്നേരം ആദ്യം തന്നെ ഒരു ബാർഗെയിനിങ് അല്ലെങ്കിൽ ഒരു കൂലി പറഞ്ഞൊത്തു. അങ്ങനെ പറഞ്ഞ് എഗ്രി ചെയ്യുന്ന വേലക്കാരെങ്ങനെയുള്ളവരായിരിക്കും? ദേ വിൽ ബി സ്കിൽഡ് വർക്കേഴ്സ് അല്ലേ? നല്ല സ്കിൽഡ് ആയതുകൊണ്ടാണ് ആ ശമ്പളം പറഞ്ഞു ഒത്തിട്ട് അവരുമായിട്ട് എഗ്രി ചെയ്തത്. ഓക്കെ, അന്നേരം 6 മണിക്ക് വൈൻയാർഡിലേക്ക് ആൾക്കാരെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവൻ 3-ാം മണി നേരത്തും പോയി. 3-ാം മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 o'clock കഴിഞ്ഞ് 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 9 മണിക്ക് 9 മണിക്കാണ്. 6 മണിക്ക് പോയി 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത ടൈമിലേക്ക് ചെല്ലുന്നു. ആൻഡ് ഹി വെൻറ്റ് അബൌട്ട് 3rd hour ആൻഡ് സോ others standing in the marketplace. And to them he said, you go into the vineyard and whatever is right I will give to you. ഇംഗ്ലീഷ് മലയാളത്തിൽ ന്യായമായത് നിങ്ങൾക്ക് തരാം. അതായത് രണ്ടാമത്തെ കൂട്ടരത്ത് എത്രയാണെന്നല്ല പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ന്യായമായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ കൂട്ടരത്ത്. വീണ്ടും അടുത്ത 3 മണിക്കൂറിൽ കഴിഞ്ഞിട്ട് 9th hour പോയി. ആൻഡ് ഹീ ഡിഡ് ദ സെയിം തിങ്. അവരുടെ അടുത്തും അതേ കാര്യം പറഞ്ഞു. 6-ാം മണി നേരത്തും 9-ാം മണി നേരത്തും ചെന്നു അങ്ങനെ തന്നെ പറഞ്ഞു. അന്നേരം ഇവരത്തും പറഞ്ഞത് എന്താണ്? മൂന്നാമത്തെ കൂട്ടരെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ന്യായമായത് തരാം. ആദ്യ ആൾക്കാരുടെ അടുത്ത് വേജസ് പറഞ്ഞൊപ്പിച്ചു. പിന്നെ അടുത്ത 2 കൂട്ടരത്തും പറഞ്ഞു ന്യായമായത് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് 11-ാം മണി നേരത്തും ചെല്ലുന്നു. 11-ാം മണി എന്ന് പറയുമ്പോൾ 12 മണിക്കൂറാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തെ 6 o'clock ആവുന്നതിന് 5 o'clock ആയപ്പം അദ്ദേഹം വീണ്ടും ചെന്നപ്പം കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നു. മലയാളത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 11 മണി നേരത്തെ ചെന്നപ്പോൾ മറ്റു ചിലർ നിൽക്കുന്നത് കണ്ട്, നിങ്ങൾ ഇവിടെ പകൽ മുഴുവൻ മിനക്കെട്ട് നിൽക്കുന്നത് എന്തെന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത്രയും സമയവും വെറുതെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം അവരെന്ത് പറഞ്ഞു? ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പറഞ്ഞു. അന്നേരം അവരെങ്ങനെയുള്ള വർക്കേഴ്സ് ആയിരിക്കും? ആരും പണിക്ക് വിളിക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം, നമുക്കറിയാം ഇപ്പം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ബംഗാളീസൊക്കെ രാവിലെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. വൈകുന്നേരം വരെ ഒരു പണിക്കും ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ, ഒരു പണിയും ചെയ്യാൻ അറിയാൻ വയ്യാത്ത, ഒരു സ്കില്ലും ഇല്ലാത്ത ആൾക്കാരല്ലേ. അന്നേരം അവരത് പറഞ്ഞു, അവരുടെ അടുത്തും പറഞ്ഞു, നിങ്ങളെ പാരബിൾ ഞാൻ അതുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ പോയിട്ട് വായിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പം പറഞ്ഞു നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുമെന്ന് പറഞ്ഞു. അവരടുത്ത് എന്താ പറഞ്ഞു? അവർക്ക് ന്യായമായത് കൊടുക്കാമെന്ന് പറഞ്ഞില്ല, അവരുടെ ശമ്പളവും പറഞ്ഞില്ല. അവരടുത്ത് പറഞ്ഞു നിങ്ങളും പോയി പണി ചെയ്തോളാൻ പറഞ്ഞു. അന്നേരം ചെയ്തു, അവരും പോയി പണി ചെയ്യാൻ പോയി. അന്നേരം അവരെന്തിനായിരിക്കും പണി ചെയ്യാൻ പോയത്? ശരിക്കും അവരുടെ ശമ്പളവും പറഞ്ഞില്ല, ന്യായമായത് കൊടുക്കാമെന്ന് പറഞ്ഞില്ല അല്ലേ. അന്നേരം ഒരു കൂലിയും പറയാതെ ഒരു കൂട്ടർ. അന്നേരം ഇവരെന്താ ചെയ്തത്? ഇവർ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി പഠിക്കാമെന്ന് വിചാരിച്ചായിരിക്കും. അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ടല്ലേ. എനിക്ക് ആദ്യം ജോലി കിട്ടിയപ്പോൾ ആദ്യത്തെ ജോലിക്ക് ഞാൻ 98 ബാംഗ്ലൂരിൽ പോകുമ്പം എനിക്ക് ശമ്പളം ആദ്യത്തെ 4 മാസം ശമ്പളം കിട്ടിയില്ല. 5-ാമത്തെ മാസം ഞാൻ ചെന്നിട്ട് എൻ്റെ മാനേജർ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും ശമ്പളം തരണമെന്ന് പറയുമ്പോൾ എനിക്ക് 500 രൂപയാണ് ആദ്യമായിട്ട് ശമ്പളം കിട്ടിയത്. അന്നേരം
അങ്ങനെയും ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കമ്പ്യൂട്ടർ ടെക്നീഷ്യനായിട്ടാണ് ജോലി ചെയ്യുന്നത്. അന്നേരം കമ്പ്യൂട്ടറിനെ പറ്റി പണി പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് പോയി, അത്രേ ഉള്ളൂ, ഒന്നും പ്രതീക്ഷിച്ചില്ല. ജോസി 1 വർഷം ജോലി ചെയ്യാതെ വർക്ക് ചെയ്തു യൂണിവേഴ്സിറ്റിയിൽ, കുവൈറ്റിൽ. അങ്ങനെ വർക്ക് ചെയ്യുന്നവർ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം പ്രതീക്ഷിച്ചല്ല, പണി പഠിക്കുക. അങ്ങനെ പോയി. ഇതുവരെ കഥ നല്ല രീതിയിൽ പോവുകയാണ്. ഇനിയാണ് എന്താണ് വരുന്നത്, ട്വിസ്റ്റ് വരുന്നത്. ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ സന്ധ്യയായപ്പോൾ now when the evening come, the owner of the vineyard said to the foreman, സന്ധ്യയായപ്പോൾ മുന്തിരിത്തോട്ടത്തിനോട് കാര്യസ്ഥനെ വിളിച്ച്, വേലക്കാരെ വിളിച്ച് ശമ്പളം കൊടുക്കാൻ പറഞ്ഞു എല്ലാവർക്കും. ആദ്യം ആർക്കായിരിക്കും ശമ്പളം കൊടുക്കുന്നത് സാധാരണഗതിയിൽ? ആദ്യം വന്ന ആൾക്കാർ, സ്കിൽഡ് വർക്കേഴ്സ്. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് തുടങ്ങുകയാണ്, നേരെ തിരിയുകയാണ്, സംഭവം തിരിയുകയാണ്. ഇവിടെ തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലെ ചില റൂളുകളാണ്. ദൈവരാജ്യത്തിലെ റൂളുകൾ സംടൈംസ് ഇറ്റ് ബി എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഫ്രം ദ കിങ്ഡം ഓഫ് എർത്ത്. നേരെ അവസാനം വന്ന ആൾക്കാർക്കാണ് ആദ്യത്തെ ശമ്പളം കൊടുക്കുന്നത്. നേരെ അവസാനം വന്ന ആൾക്ക് ശമ്പളം പറഞ്ഞു ഒപ്പിച്ചിട്ടില്ല, നമ്മൾ കൊടുക്കുന്നവരും അവർ പ്രതീക്ഷിച്ചില്ല. പിൻപന്മാർ തുടങ്ങി മുൻപന്മാർക്ക് വരെ കൂലി കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം 11 മണി നേരത്തുള്ള ഏറ്റവും ലാസ്റ്റുള്ള ആൾക്കാർ വന്നു. ലാസ്റ്റുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നും പ്രതീക്ഷിച്ചില്ലല്ലേ. അവർ വന്നപ്പം എന്തു, അവർക്ക് എത്ര കൊടുത്തു? അവർക്ക് ഫസ്റ്റ് അവറിൽ വന്ന ആൾക്ക് എഗ്രി ചെയ്ത അതേ സാലറി ലാസ്റ്റ് അവറിൽ 1 മണിക്കൂർ ഒന്നും പ്രതീക്ഷിക്കാതെ വന്ന ആൾക്കാർക്ക് കൊടുത്തു. അങ്ങനെ എഴുതിയിരിക്കും. അതാ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ ഇതിലെ കാര്യം മനസ്സിലാവും. അവർക്ക് വന്നിട്ട് ഓരോ വെള്ളിക്കാശ് കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി ആദ്യം വന്ന ആൾക്കാരുടെ മനസ്സിൽ എന്തായിരിക്കും ചിന്ത വരുന്നത്? അൺഫെയർ ആണെന്ന് ചിന്തിക്കത്തില്ല. കൂടുതലായിട്ടും ദേ സ്റ്റാർട്ടഡ് കാൽക്കുലേറ്റിങ്. അവരുടെ മനസ്സിൽ കാൽക്കുലേഷൻ എന്താണ്? അവസാനത്തെ ഒരാൾക്ക് 1 വെള്ളിക്കാശ് കൊടുത്തപ്പം 12 × 1 12 വെള്ളിക്കാശ്. 12 വെള്ളിക്കാശ് പ്രതീക്ഷിച്ചിട്ട് ഇവർ പോയി കൈ നീട്ടിയപ്പം അവർക്ക് എത്ര കിട്ടി? 1 വെള്ളിക്കാശ് കിട്ടിയല്ലേ. അപ്പോഴാണ് എന്താണ് പറഞ്ഞത്? അൺഫെയർ, ദിസ് ഈസ് അൺഫെയർ. നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ചെറുപ്പത്തിൽ പറഞ്ഞ് കേൾക്കുക, ഞാൻ കേട്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അൺഫെയർ. 2 കുട്ടികളുണ്ടെങ്കിൽ, ഒരാളുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറയത്തില്ല, 2 3 കുട്ടികളുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ കേൾക്കാം അല്ലേ, ഇറ്റ്സ് അൺഫെയർ. അന്നേരം അവസാനം അവർ വന്നിട്ട് പറയാണ്, അവർ ഇത് വാങ്ങിയിട്ട് ഉടമസ്ഥൻ്റെ നേരെ പിറുപിറുത്തു നടന്നു. ദി ഗ്രംബിൾഡ് എഗൻസ്റ്റ് ദ ഓണർ. എന്നിട്ട് പറയാണ്, അവിടെ പറയുന്നുണ്ട്, ആൻഡ് സോ വെൻ ദോസ് ഫസ്റ്റ് hired came, they thought they will receive more, but each of them also received 1 denarius. When they received it, they grumbled against the landowner, saying, those who were hired last worked only 1 hour, and you have made them equal to us. അവരാണ് ഈ 1 മണി നേരം വരെ വേല ചെയ്തിട്ടും അവരെ പകലത്തെ ചൂടും ചുട്ടുപൊള്ളുന്ന ചൂടും സഹിച്ച ഞങ്ങളോട് സമരാക്കിയില്ലേ എന്ന് ചോദിച്ചു. യു മെയ്ഡ് ദം ഈക്വൽ ടു അസ്. ഞങ്ങൾ ഇത്രമാത്രം പണിയെടുത്തവരാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലും വേറെ രൂപം ഓർമ്മ വരുന്നുണ്ടോ? ഇതിനു മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തതാണ്. ഏതാണ്? ആ മൂത്ത പുത്രൻ പറഞ്ഞ കാര്യമാണ് അല്ലേ, കഴിഞ്ഞ ഓക്കെ. എന്നിട്ട് ഇവർ പറഞ്ഞ എന്താണ്? ഇവർ പറയാണ്, ഞങ്ങളെ ഈ അവസാനം വന്ന ആൾക്കാരുടെ അടുത്ത് ഈക്വൽ ആക്കിയില്ലേ എന്ന് കംപ്ലയിൻറ്റ് ചെയ്തു, മർമർ ചെയ്തു. ഇറ്റ് ഈസ് നോട്ട് ഫെയർ എന്ന് പറഞ്ഞു. ആക്ച്വലി ഞാൻ ചോദിച്ചു നോക്കട്ടെ, അത് ഫെയർ ആയിരുന്നു, ഫെയർ അല്ലായിരുന്നു? എന്താണ്? ഇപ്പോൾ വേറെ രീതിയിൽ ചോദിക്കാം, നിങ്ങളുടെ ഒരു ജോലിയിൽ, ഒരു കമ്പനിയിൽ ജോലിക്ക് നിങ്ങൾക്ക് 1 മാസത്തെ ശമ്പളം ഇത്ര എന്ന് പറഞ്ഞ് എഗ്രി ചെയ്തു, നിങ്ങൾ ജോലി ചെയ്തു. 12 മാസം വർക്ക് ചെയ്യുന്ന 11ാമത്തെ മാസത്തിൽ ഒരു കൂട്ടർ വരുന്നു. അവർക്ക് നിങ്ങൾ 12 മാസം നിങ്ങളുടെ അതേ ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് 12 മാസത്തെ ശമ്പളം കൂടെ കൊടുത്ത് നിങ്ങളെന്ത് പറയും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ എന്ന് പറയും? ഇല്ല, വെരി അൺഫെയർ എന്ന് പറയും അല്ലേ? തീർച്ചയായിട്ടും പറയും. സോ നമ്മളിപ്പം പറയും, നമ്മളിത് തന്നെ പറയും. ദാറ്റ്സ് എ നാച്ചുറൽ റെസ്പോൺസ്. യെസ്. അന്നേരം ഈ ഓണർ പറയുക എന്താണെന്ന് അറിയാം, ഭൂയുടെ പേരിൽ ഒരുത്തൻ്റെ പറഞ്ഞു, സ്നേഹിത, അതിന് ക്ലിയർലി അതിൻ്റെ ആൻസർ പറയാണ്, ഞാൻ നിന്നോട് അന്യായം ചെയ്യുന്നില്ല. ഐ ആം നോട്ട് അൺഫെയർ ടു യു. നിൻ്റെ അടുത്ത് ഞാൻ അന്യായം ചെയ്യുന്നില്ല. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? നിന്നോട് ഞാനൊരു വെള്ളിക്കാശ് എഗ്രി ചെയ്തല്ലോ. നിൻ്റെ സാലറി ഞാൻ എഗ്രി ചെയ്തില്ലേ? നിൻ്റെ സാലറി നിനക്ക് എഗ്രി ചെയ്തിട്ട് അതിന് നീ എഗ്രി ചെയ്ത്, നമ്മൾ തമ്മിൽ അത് ഡിസ്കസ് ചെയ്ത് അത് എഗ്രി ചെയ്തിട്ടാണ് നീ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടാണല്ലോ വന്നത്. അതും വാങ്ങിച്ചിട്ട് സ്ഥലം വിട്ടോളുക, മറ്റവൻ ശമ്പളം നീ എന്തിനാണ് നോക്കുന്നതാണ് പറഞ്ഞത്. എന്നിട്ട് പറയുകയാണ്, ക്ലിയർലി എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിൻ്റേത് വാങ്ങി പൊയ്ക്കൊള്ളുക,
നിനക്ക് തന്നതുപോലെ ഈ ഒടുവിലത്തെ വന്നവനും കൊടുക്കാൻ എനിക്കിഷ്ടമാണ്. എനിക്കുള്ളതിനെ കൊണ്ട് മനസ്സ് പോലെ ചെയ്യാൻ എനിക്ക് ന്യായമില്ലയോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് 2 പ്രാവശ്യം പറയുന്നുണ്ട്, ഐ ആം നോട്ട് അൺഫെയർ. ഞാൻ ചെയ്തത് എന്താണ്? ഞാൻ ജസ്റ്റിസ് തന്നെയാണ് ചെയ്തത്, അല്ലേ? ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേറൊരാളുടെ കാര്യത്തിൽ എന്ത് ചെയ്തു എന്നുള്ളത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. നിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം ഞാൻ എഗ്രി ചെയ്തല്ലോ, അതല്ലേ പറഞ്ഞിരിക്കുക. അതിൽ കുറച്ച് വന്നിരുന്നെങ്കിൽ ഞാൻ ഇൻജസ്റ്റിസ് ആണെന്ന് ചെയ്തെന്ന് പറയാറ്. അതുകൊണ്ടിരിക്കുന്നത്, ഫ്രണ്ട്, ഐ എം നോട്ട് ഡൂയിങ് no wrong. Did you agree with for me a denarius? Take what is yours and go. But I want to give the last person the same as you. Is it not lawful for me to do what I want with what is my own? ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരാളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ ആ കാശ് കൊണ്ട് ഇഷ്ടപോലെ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? അയാൾക്കുണ്ട്, അല്ലേ? അയാൾക്ക് വേണമെങ്കിൽ ആ കാശെടുത്ത് വഴിയിൽ കളയാം, ലാസ്റ്റ് വന്ന ആൾക്ക് കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. പക്ഷെ നിൻ്റെ അടുത്ത് എഗ്രി ചെയ്തൊരു കാര്യം, ദാറ്റ് ഈസ് ഇഫ് യു ആർ ഇഫ് യു വാണ്ട് ടു കംപ്ലൈൻ ദാറ്റ് ഐ ആം അൺജസ്റ്റ്, ഞാൻ റൈറ്റ്സസ് അല്ല എന്ന് പറയുന്നെങ്കിൽ നിൻ്റെ അടുത്ത് എഗ്രി ചെയ്ത കാര്യം നിനക്ക് ചെയ്യാതിരിക്കണം. എന്നിട്ട് ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, അവിടെ പറയുന്നുണ്ട്, ഈസ് യുവർ ഐ എൻവിയസ് ബിക്കോസ് ഐ ആം ജനറസ് എന്ന് പറയുന്നത്. ഞാൻ എന്താണ് പറഞ്ഞു വരുന്നത്? ഇത്രയും കഥകളൊക്കെ പറഞ്ഞിട്ട് എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, God is righteous with everyone. God is not unrighteous. ഇപ്പോൾ ഇവിടുത്തെ ലാൻഡ് ലോഡ് ഗോഡിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഹീസ് റൈച്ചസ് വിത്ത് എവ്രി വൺ. എല്ലാവർക്കും റൈച്ചസ് ആയിട്ടുള്ളതേ ഗോഡ് ചെയ്യുള്ളൂ. ഗോഡ് ഈസ് നോട്ട് അൺറൈച്ചസ്. പക്ഷേ റൈച്ചസ്നെസ്സിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അൺറൈച്ചസ്നെസ്, അല്ലേ? ഗോഡ് ഈസ് നോട്ട് അൺറൈച്ചസ്. ദൈവം ഒരാൾക്കും അനീതിയായിട്ടുള്ളത് ചെയ്യില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, റൈച്ചസ്നെസ്സിനെ എക്സീഡ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഇല്ലെങ്കിൽ ജസ്റ്റിസിനെ എക്സീഡ് ചെയ്യുന്നൊരു കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? ജസ്റ്റിസിൻ്റെ ഓപ്പോസിറ്റ് ഇൻജസ്റ്റിസ് ആയിരിക്കാം. ജസ്റ്റിസിനെ എക്സീഡ് ചെയ്യുന്നൊരു കാര്യമാണ് ബൈബിൾ പറയുന്നത്, ഇറ്റ്സ് മേഴ്സി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അർഹതയില്ലാത്തൊരു കാര്യം ഒരാൾ തരുന്നതാണ്. എനിക്ക് അർഹിക്കുന്ന ഒരു കാര്യം എനിക്ക് തരുന്നത് റൈച്ചസ് ആണെങ്കിൽ, എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യം ഒരാൾ എനിക്ക് തരികയാണെങ്കിൽ ഇറ്റ് ഈസ് ഹിസ് മേഴ്സി. പക്ഷേ മേഴ്സി കാണിക്കണം, ആരുടെ കാണിക്കണം എന്നുള്ള ആരുടെ റൈറ്റാണ്? അത് കാണിക്കുന്ന ആളുടെ റൈറ്റാണ്. ജസ്റ്റിസ് എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതാണ്, അല്ലേ? എൻ്റെ അടുത്ത് ഇൻജസ്റ്റിസ് കാണിക്കരുതെന്ന് എനിക്ക് ഡിമാൻഡ് ചെയ്യാം. എൻ്റെ അടുത്ത് മേഴ്സി കാണിക്കണമെന്ന് എനിക്ക് ഡിമാൻഡ് ചെയ്യാനൊക്കെ ഇല്ല. എൻ്റെ അടുത്ത് മേഴ്സി കാണിക്കണമെങ്കിൽ അയാൾക്ക് കാണിക്കാം, കാണിക്കേണ്ടതായി കാണിക്കാതിരിക്കാം. അന്നേരം ആർക്കാണ് മേഴ്സി ലഭിച്ചത്? അതിൽ ലാസ്റ്റ് വന്നവർക്ക് മാത്രമാണ് മേഴ്സി ലഭിച്ചത്. ബാക്കി എല്ലാവർക്കും എന്ത് കിട്ടി? റൈച്ചസ്നായിട്ട് ജസ്റ്റിസ് കിട്ടി. ഞാനെന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ലോകത്തിലെല്ലാവരെയും റൈച്ചസായിട്ട് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. അപ്പം ഗോഡ് എന്ത് ചെയ്യുന്നു? ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം എല്ലാവർക്കും റൈച്ചസ് കാണിക്കാനായിട്ട് അധികാരമുള്ളപ്പോൾ ചിലരെടുത്ത് ഇൻജസ്റ്റിസ് കാണിക്കുകയില്ല, റൈച്ചസ്നെസ്സിനെ ജസ്റ്റിസിനെ എക്സീഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ചെയ്യും. ദാറ്റ്സ് നോട്ട് ടു ഓൾ. കുറച്ച് പേരുടെ അത് കാണിക്കുള്ളൂ. ഇവിടെയും എല്ലായിടത്തും അല്ല കാണിച്ചു. 1% ആൾക്കാരത്തെ ആ റൈച്ചസ്നെസ്സിനെ എക്സീഡ് ചെയ്യുന്ന മേഴ്സി കാണിച്ചു. ആ മേഴ്സി ലഭിച്ചവരാണ് അവസാനത്തെ കൂട്ടർ. ബാക്കി എല്ലാവർക്കും റൈച്ചസ്നെസ്. അപ്പം ഞാൻ പറയട്ടെ, നമ്മളിൽ എല്ലാവർക്കും വൺ വേ ഓർ ദ അതർ നമുക്ക് റൈച്ചസ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ് കിട്ടിയവരല്ല, അല്ലേ? ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? ആർക്കുമില്ല. എല്ലാവരുടെ ദൈവം കാണിച്ചെന്താണ്? മേഴ്സിയാണ് കാണിച്ചത്. അന്നേരം ഇതാണ് ഈ പാരബിൾ കൂടി ദൈവം പറയാനായിട്ട് ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യം വായിച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് അൺറൈച്ചസ് എന്നാണ് നമ്മൾ തോന്നുന്നത്. ഇറ്റ് ഇസ് നോട്ട് ഫെയർ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഫെയർ ടു സംബഡി. പക്ഷേ കുറച്ച് ആൾക്കാരത്ത് ആ ഫെയർനെസ്സിനേക്കാൾ കൂടിയ മേഴ്സി ദൈവം കാണിക്കും. ഓക്കെ, ഇവിടെ ഈ സ്റ്റോറി കഴിയുന്നില്ല. എനിക്ക് ഇച്ചിരി സമയം കൂടുതൽ വന്നിട്ടുണ്ട്, ഞാൻ കുറച്ചുകൂടി മുമ്പോട്ട് പോകാം. എന്നിട്ട് ഈ കഥ മാത്രം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്കൊരു സംശയം തോന്നും. കുറച്ച് പേരുടെ മേഴ്സിയും കുറച്ച് പേരുടെ റൈച്ചസ്നെസ്സും കാണിക്കുന്നതിലൊരു അണ്ടർ റൈച്ചസ്നെസ് ഇല്ലേ, അല്ലേ? അവിടെയും ഒരു നമുക്ക് സംശയം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ കറക്റ്റാണ്, അല്ലേ?
കറക്റ്റാണ്, റൈച്ചസ്നെസ് എഗ്രി ചെയ്ത ആൾക്കാർ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാരുടെ അടുത്ത് മാത്രം എക്സീഡ് ചെയ്യുമ്പോൾ, മേഴ്സി കാണിക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കണം, ആരുടെ അടുത്താണ് ദൈവം മേഴ്സി കാണിക്കുന്നത്. ദൈവം ചില ആൾക്കാരെ ഈ ടെലിഫോൺ ഡയറക്ടറി നിന്ന് എടുക്കുന്നവർ, എന്നാൽ കുറച്ച് പേർക്ക് മേഴ്സി കാണിക്കും, ബാക്കിയുള്ളവർക്കെല്ലാം റൈച്ചസ്നെസ് കാണിച്ചേക്കാമെന്ന് ചിന്തിക്കല്ല. അല്ലെങ്കിൽ കുറേ ആൾക്കാർക്കെല്ലാം റൈച്ചസ് ജഡ്ജ്മെൻറ്റ് കൊടുത്തിട്ട് അവരെല്ലാം നരകത്തിലേക്ക് വിടുകയും കുറേ ആൾക്കാരെ മേഴ്സി കാണിച്ചിട്ട് കുറേ ആൾക്കാരെ സ്വർഗത്തിലേക്ക് വിടുകയെന്ന് ചിന്തിക്കല്ല. അത് വേറൊരു പാരബിളിൽ കൂടി കർത്താവ് തന്നെ പറയുന്നുണ്ട് ആർക്കാണ് മേഴ്സി ലഭിക്കും. ഞാനിത് എന്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ദിസ് മൈ ലാസ്റ്റ് മെസ്സേജ്. അന്നേരം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ മേഴ്സി റിസീവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ലഭിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മേഴ്സി, റൈച്ചസ്നെസ് നമുക്ക് നമ്മളെ റൈച്ചസ് ആയിട്ട് ജഡ്ജ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് മുമ്പ് ചെന്ന് കഴിഞ്ഞാൽ വി വിൽ ബി ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു അവർ വർക്ക്സ്. ബട്ട് വി ഓൾ നീഡ് മേഴ്സി. എങ്ങനെ, ആർക്കാണ് ആ മേഴ്സി കിട്ടുന്നത്? ലൂക്ക് ചാപ്റ്റർ 18, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാരബിളാണ്. ലൂക്ക് ചാപ്റ്റർ 18 പാരബിൾ ഈസ് ദ പാരബിൾ ഓഫ് ദ ടാക്സ് കളക്ടർ ആൻഡ് ദ ഫാരിസി അല്ലേ. നിങ്ങൾക്കറിയാവുന്ന പാരബിളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പിന്നീടാണെങ്കിൽ വീട്ടിൽ പോയിട്ട് നിങ്ങൾ വായിച്ചു നോക്കും. ഇവിടെ കർത്താവ് ഒരു പാരബിൾ വരാണ്. ആൻഡ് നൗ ഹി ടോൾഡ് ദ പാരബിൾ ടു സം പീപ്പിൾ ഹു ട്രസ്റ്റഡ് ഇൻ their own righteousness and viewed others with contempt. തങ്ങൾ നീതിമാന്മാരെന്ന്, ഞങ്ങൾ റൈച്ചസ് ആൾക്കാരാണ് എന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുത്തേക്ക് വരികയും മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്ന ചിലരെ പറ്റി കർത്താവ് ഒരു പറയും. അന്നേരം നമ്മൾ തന്നെ ഞാൻ റൈച്ചസ് എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഒരു കോയിൻ്റെ തിരിച്ചു നോക്കുന്ന പോലെ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഞാൻ റൈച്ചസ് ആണെങ്കിൽ ബാക്കിയുള്ളവരെ ഞാൻ ജഡ്ജ് ചെയ്യും, കണ്ടംപ്റ്റോടെ കാണുകയുള്ളൂ. അങ്ങനെ ചിന്തിക്കുന്നവരെ പറ്റി കർത്താവ് രൂപം പറഞ്ഞത്, രണ്ടുപേരും പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ പോയി. ഓക്കെ, ആദ്യത്തെ ആൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യത്തെ ആൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്കറിയാവുന്ന, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ദ ഫാരിസീസ് സ്റ്റുഡ് ആൻഡ് ബിഗാൻ പ്രേയിങ് ദിസ് ഇൻ റിഗാർഡ് ടു ഹിംസെൽഫ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, God, I thank you that I am not like other people, swindlers, crooked, adulterers, or even like this tax collector. I fast twice in a week. I pay tithe in all I get. ഇതാണ് പറയുന്നത്. എന്താണ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നൊരു വാക്കുണ്ടെന്നാണ് പറയുന്നത്. രണ്ട് വാക്കിൻ്റെ ഇടയ്ക്ക് ഇയാൾ പ്രാർത്ഥിച്ചപ്പം 5 പ്രാവശ്യം എന്ന് പറഞ്ഞു. നല്ല പ്രാർത്ഥനയാണല്ലേ. നമ്മളിപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കാരണം നമുക്കറിയാം ഇയാളുടെ പ്രാർത്ഥന തെറ്റാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മളെങ്ങനെ പ്രാർത്ഥിച്ചാലും നമ്മൾ മറ്റുള്ളവരെക്കാൾ ബെറ്ററാണ്, ഐ ആം റൈച്ചസ് ഇൻ മൈ ഓൺ വേസ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അന്നേരം ഓട്ടോമാറ്റിക്കലി അയാളുടെ മനസ്സിൽ നിന്ന് ഇത് ശരിക്കും ഇയാൾ അവിടെ വായിച്ചു കഴിഞ്ഞാൽ ഹീ പ്രേഡ് ടു ഹിംസെൽഫ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിലുള്ളൊരു ആത്മകഥമായിരിക്കും, ഇപ്പം ഞാൻ കുഴപ്പമില്ലാത്ത ആളാണല്ലോ, ഐ ആം ബെറ്റർ ദാൻ അതേഴ്സ് എന്നുള്ളൊരു ചിന്ത ഇയാൾ ചിലപ്പോൾ മനസ്സിൽ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ. പക്ഷേ അടുത്ത ബൈബിളിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പ്രെയറാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുങ്കക്കാരനോ ദൂരത്ത് നിന്ന് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും ശ്രമിക്കാതെ മാറത്തടിച്ചുകൊണ്ട് അദ്ദേഹം ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു, ഗോഡ് ബി മേഴ്സിഫുൾ ടു മീ ദ സിന്നർ. ഒറ്റ വാക്യം. എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ചത്? ദൈവമേ, പാപിയായ എന്നോട് കരുണ തോന്നണമേ. ബി മേഴ്സിഫുൾ ടു മീ ദ സിന്നർ. നേരം ഞാൻ ആദ്യത്തെ മുമ്പേ പറഞ്ഞു, എല്ലാവർക്കും മേഴ്സി ലഭിക്കത്തില്ല. മേഴ്സി എക്സീഡ്സ് റൈച്ചസ്നെസ്, മേഴ്സി എക്സീഡ്സ് ജസ്റ്റിസ്. ബട്ട് ഓൺലി ഫ്യൂ പീപ്പിൾ who admit themselves that they are sinners and they don't deserve God's mercy എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്ന ഒരാൾക്കാണ് God give mercy that which exceeds righteousness. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു പറയാണ്, I tell you this man went to his house justified than the other one. For everyone who exalts himself will be humbled, and the one who humbles himself will be exalted. എന്നിട്ട് പറഞ്ഞ ഒരാൾ എന്ത് ചെയ്തു? അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഹി വെന്റ് ജസ്റ്റിഫൈഡ്. അയാൾക്ക് ജസ്റ്റിസ് അല്ല കിട്ടിയത്, അയാൾക്ക് മേഴ്സിയാണ് കിട്ടിയത്. മേഴ്സി കിട്ടിയ ആൾ ജസ്റ്റിഫൈഡ് ആവുകയാണ്. ഞാൻ ഇതിനു മുമ്പ്
ഒരിക്കൽ പറഞ്ഞിരുന്നു, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ട്രസ്റ്റ്. ഗോഡ് ഈസ് ഗിവിങ് ഹിസ് റൈച്ചസ്നെസ് ടു അസ്. പക്ഷേ അത് എല്ലാവർക്കും കിട്ടില്ല. ദൈവം ചിലരെ സെലക്ട് ചെയ്തിട്ട് ചുമ്മാ കൊടുക്കുന്ന ഒരു കാര്യമല്ല. ഹൂവർ ആരൊക്കെയാണോ അവർ അഡ്മിറ്റ് ചെയ്യുന്നത്, ദേ ഡോണ്ട് ഡിസേർവ് ഗോഡ്സ് മേഴ്സി. ദൈവത്തിൻ്റെ ജസ്റ്റിസിൻ്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അയാൾ പറയാണ് ഗോഡ് ബി മേഴ്സിഫുൾ ദ സിന്നർ. അയാൾ തിരിച്ചെന്തുപോയി, തിരിച്ച് നേരെ വീട്ടിലോട്ട് പോയത് ജസ്റ്റിഫൈഡ് ആയിട്ടാണ്. ലോകത്ത് ഒരു മനുഷ്യനും ചിന്തിച്ച് കാണത്തില്ല, നാളെ പിറ്റേന്ന് തൊട്ട് ഈ ചുങ്കക്കാരനെ കണ്ടിട്ട് ആരെങ്കിലും ഇയാൾ ജസ്റ്റിഫൈഡ് ആണെന്ന് ചിന്തിക്കുമോ? മനസ്സിലാകത്തില്ല. ഫാരിസിയെ കണ്ടു കഴിഞ്ഞാൽ ഫാരിസിയുടെ ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കുമോ ഹീസ് എ റൈച്ചസ് പേഴ്സൺ. പക്ഷേ ദൈവത്തിൻ്റെ കിങ്ഡം ഓഫ് ഗോഡിൽ കാര്യങ്ങൾ റിവേഴ്സ്ഡ്. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റായിട്ട് വന്ന ആൾക്കാർ ഫസ്റ്റും, ഫസ്റ്റായിട്ട് വന്ന ആൾക്കാർ ലാസ്റ്റ് ആവും. എന്നിട്ട് ഇത് ഞാൻ രണ്ടാമത് എക്സ്പ്ലെയിൻ ചെയ്യും. ആദ്യത്തെ കാര്യം പറഞ്ഞ ആദ്യത്തെ പാരബിൾ കൂടി യേശുക്രിസ്തു പറയുന്നത് ഗോഡ് ഷോസ് ടു സം മേഴ്സി ആൻഡ് ഗോഡ് ഷോസ് എവ്രി വൺ റൈറ്റ്. എല്ലായിടത്തും ദൈവം ജസ്റ്റിസ് ചെയ്യുമ്പോൾ ചിലരത്ത് മാത്രം ദൈവം മേഴ്സി കാണിക്കുന്നു. ആർക്കാണ് മേഴ്സി ലഭിക്കുന്നതാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ പാരബിൾ പറഞ്ഞത്. ഞാൻ മൂന്നാമതൊരു പാരബിൾ കൂടി പറയുകയാണ്. ഞാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ടാക്സ് കളക്ടർ ആദ്യത്തെ പാരബിൾ പറഞ്ഞ ലാസ്റ്റ് അവറിൽ വന്ന വൈനാട്ടിലുള്ള ആൾക്കാർ, ഇവരുടെ ജീവിതത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബൈബിൾ പറയുന്നുണ്ടോ? അങ്ങനെ ഈ മേഴ്സി ലഭിച്ച ആൾക്കാരുടെ ജീവിതത്തിൽ അവരെന്ത് ചെയ്യണമെന്നും എങ്ങനെ ജീവിക്കണമെന്നും കർത്താവ് പറഞ്ഞായിട്ട് ഏതെങ്കിലും പാരബിൾ നിങ്ങളുടെ മനസ്സിലുണ്ടോ? യെസ്, എക്സാക്ട്ലി, എക്സാക്ട്ലി, കറക്റ്റ്, എക്സാക്ട്ലി കറക്റ്റാണ് പറഞ്ഞത്. വളരെ താങ്ക്സ്. അതായത് നിങ്ങൾ പറഞ്ഞത് ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. മാത്യു ചാപ്റ്റർ 18, ഇറ്റ്സ് എ ഫേമസ്, ഈ പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫേമസ് പാരബിളാണ്. ഫൊർഗീവ്നെസ്സിനെ പറ്റിയുള്ള പാരബിളാണ്. ഫൊർഗീവ്നെസ് ലഭിച്ച ആൾക്കാർ എങ്ങനെ ഫൊർഗീവ് ചെയ്യണമെന്നുള്ളത് വളരെ ഏറ്റവും കൂടുതൽ ഫൊർഗീവ്നെസ് ലഭിച്ച ഒരാൾ ചോദിക്കുന്നവരാണ് പീറ്റർ. മാത്യു ചാപ്റ്റർ 18 വേഴ്സ് 21. ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന ആൾക്കാർ പിന്നീടാണെങ്കിൽ ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് പറയുന്നതാണ്. Then Peter came up and said to Jesus, Lord, how many times shall my brother sin against me and I still forgive him? Up to 7 times. അന്നേരം പീറ്റർ വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവേ, ഒരു സഹോദരൻ എൻ്റെ അടുത്ത് തെറ്റ് ചെയ്താൽ എത്ര പ്രാവശ്യം അവരുടെ അടുത്ത് ക്ഷമിക്കണം, ഇല്ലെങ്കിൽ മേഴ്സി കാണിക്കണം? 7 വട്ടം മതിയെന്ന് ചോദിച്ചു. അന്നേരം ജീസസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, യേശു പറയാണ് 7 times അല്ല 70 times 7, 7 വട്ടം അല്ല 70 വട്ടം എന്ന് ഞാൻ നിന്നോട് പറഞ്ഞു. എഗെയിൻ ഹി ഈസ് ടോക്കിംഗ് അബൌട്ട് ദ പ്രിൻസിപ്പിൾസ് ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ്. അതാണ് ആദ്യം മുതലേ കർത്താവ് പറയുന്നത്. കിങ്ഡം ഓഫ് ഗോഡിലെ പ്രിൻസിപ്പിൾസാണ് ഗോഡ് യേശു ക്രിസ്തു ഭൂമിയിലുള്ളൊരു പടി. ആൻഡ് ഫോർ ദിസ് റീസൺ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ലൈക്ക് എ കിങ് ഹൂ വാണ്ടഡ് ടു സെറ്റിൽ അക്കൗണ്ട്സ് വിത്ത് സ്ലേവ്സ്. അന്നേരം പറയുകയാണ്, സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായിട്ട് കണക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു രാജാവിനോട് സാധിച്ചു. അന്നേരം നമ്മുടെ കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാവരും ഒരിക്കൽ നമ്മുടെ ലൈഫിൻ്റെ കണക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പോവുകയാണ്. ആരുടെ മുമ്പിൽ? ഒരു റൈച്ചസ് ജഡ്ജിൻ്റെ മുമ്പിൽ വി ഹാവ് ടു സ്റ്റാൻഡ് ബിഫോർ ഹിം ആൻഡ് സെറ്റിൽ അവർ അക്കൗണ്ട്സ്. ഹീബ്രൂസിൽ പറയുന്നത് വൺസ് ഡെത്ത് ആൻഡ് ദെൻ ജഡ്ജ്മെൻറ്റ് ഈസ് അവൈറ്റ്സ് ഫോർ എവരി വൺ. അതിൽ നിന്ന് ആർക്കും നമുക്കൊരിക്കലും എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ചെക്ക് പോയിൻ്റാണ് അല്ലേ? പല ചെക്ക് പോയിൻറ്റുകൾ നമുക്ക് എസ്കേപ്പ് ചെയ്തിട്ട് പോയിട്ട് അവസാനത്തെ ഒരു ചെക്ക് പോയിൻ്റ് മുമ്പിൽ വന്നു നിൽക്കും. എന്താണ്? 2 കാര്യങ്ങൾ. വൺസ് അപ്പോയിൻറ്റഡ് ടു മാൻ, വൺസ് ഇറ്റ് ഈസ് അപ്പോയിൻറ്റഡ് ടു മാൻ, വൺസ് ടു ഡൈ ആൻഡ് ദെൻ ജഡ്ജ്. ഒരു അപ്പോയിൻമെൻറ്റ് നമുക്കൊരിക്കലും, ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നത് പോലെ, ഒരു അപ്പോയിൻമെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉള്ളതാണ്. വി ഹാവ് ടു ഡൈ ആൻഡ് ദെൻ അവിടെ വെച്ച് തീരെയായിരുന്നു കുഴപ്പമില്ല. വി നീഡ് ടു സ്റ്റാൻഡ് വിത്ത് എ പേഴ്സൺ who wanted to settle the accounts. Settle accounts with his slaves. And when he had begun to settle them, the one who owed him 10,000 talents was brought to him. അന്നേരം കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ 10,000 താലന്ത് കടപ്പെട്ട ഒരുവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അന്നേരം അവിടെ എന്താണ്? അവിടെ റൈച്ചസ് ആയിട്ടൊരു ജഡ്ജ്മെൻറ്റ് ചെയ്യാനായിട്ട് രാജാവ് തീരുമാനിച്ചു. രാജാവ് പറഞ്ഞു, അവൻ്റെ ഈ കാശില്ല, അവന് കൊടുക്കാനായിട്ട് പൈസ ഇല്ല. അന്നേരം രാജാവ് പറഞ്ഞു, ഓക്കെ, ഐ എം സെറ്റിലിംഗ് ദ അക്കൗണ്ട്. ഞാൻ ജസ്റ്റിസ് ആയിട്ട് എൻ്റെ റൈച്ചസ് ആയിട്ടൊരു ഡിസിഷൻ പറയുകയാണ്, നിനക്കുള്ളതെല്ലാം വിൽക്കുക, നിൻ്റെ അവനെയും അവൻ്റെ ഭാര്യയെയും അവൻ്റെ മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റിട്ട് കടം തീർക്കാനായിട്ട് പറഞ്ഞു, കണക്ക് സെറ്റിൽ ചെയ്യാനായിട്ട് പറഞ്ഞു. അന്നേരം എന്ത് ചെയ്തു?
അപ്പോൾ അതുകൊണ്ട് ആ ദാസൻ അവനെ വീണ് രാജാവിന് വീണ്ടും നമസ്കരിച്ചിട്ട് പറയാണ്, യജമാനനെ എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ സകലവും തന്നു തീർക്കാമെന്ന് പറഞ്ഞു. ഇയാൾ പറയാണ്, ഹാവ് മേഴ്സി ഓൺ മീ. മറ്റേ ആ ചുങ്കക്കാരൻ പറഞ്ഞിടുവാണ്, എൻ്റെ അടുത്ത് മേഴ്സി കാണിക്കണം, എൻ്റെ അടുത്ത് ജസ്റ്റിസ് കാണിക്കരുത്, എനിക്ക് ജസ്റ്റിസ് അല്ല, എൻ്റെ അടുത്ത് ക്ഷമ കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞു, ഞാൻ എല്ലാം തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അന്നേരം രാജാവ് എന്ത് ചെയ്തു? രാജാവ് അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ, അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ഹാഡ് മേഴ്സി ഓൺ ഹിം, ഹാഡ് കമ്പാഷൻ, മനസ്സലിവ് തോന്നിയിട്ട് അവൻ്റെ കടം മുഴുവൻ 10,000 താളന്ത് എഴുതി അങ്ങ് തള്ളി, പൊക്കോളം പറഞ്ഞു. ഇതാണ് കർത്താവ് ആദ്യത്തെ 2 കൂട്ടരടുത്ത് പറഞ്ഞത്. ലാസ്റ്റിൽ വന്ന ആൾക്കാരുടെ അടുത്തും ആ ചുങ്കക്കാരൻ്റെ അടുത്തും പറഞ്ഞു. അയാളാണ് ഇതൊന്ന് ചിന്തിച്ച് നോക്കുക. പക്ഷേ അയാളുടെ ജീവിതം പിന്നെയും മുമ്പോട്ട് തുടരുകയാണ്. ആ ദാസൻ മുമ്പോട്ട് പോകുമ്പോൾ, ആ സെർവൻറ്റ് മുമ്പോട്ട് പോയപ്പോൾ വേറൊരു കാളെ ഒരു 100 വെള്ളിക്കാശ് കടംപെട്ട ദേവദാസിനെ കണ്ട് എന്ത് ചെയ്തു? അവൻ്റെ കഴുത്തിനങ്ങോട്ട് പിടിച്ചു പറഞ്ഞു, വെക്കണം എൻ്റെ കാശ് എന്ന് പറഞ്ഞു. ഇല്ല, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അവരെ കഴുത്തിന് പിടിച്ച് ഞെക്കി, എൻ്റെ കടം ഇപ്പം തന്നു തീർക്കാൻ പറഞ്ഞു, ഇവിടെ വെക്കാൻ പറഞ്ഞു കാശ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? മറ്റേ ആൾ ഈ രാജാവിൻ്റെ അടുത്ത് ആദ്യത്തെ ആൾ പറഞ്ഞ അതേ വാക്കാണ് ഇയാൾ പറയുന്നത്. അവൻ്റെ കൂട്ടുദാസൻ നിലത്ത് വീണ് എന്നോട് ക്ഷമ തോന്നണമേ, ഞാൻ മുഴുവൻ തന്നു തീർക്കാമെന്ന് പറഞ്ഞു. അന്നേരം എന്തു ചെയ്തു? എന്നാൽ അവൻ ചെന്ന് മനസ്സില്ലാതെ ഉടനെ ചെയ്ത് കടം വീട്ടുവോളം അവനെ തടവിലാക്കിച്ചു. അന്നേരം മേഴ്സി ലഭിച്ച ആൾ മറ്റുള്ള ആളുടെ എന്താണ് കാണിച്ചത്? മറ്റുള്ള ആളുടെ തെറ്റൊന്നും കാണിച്ചില്ലല്ലേ? അയാൾക്ക് കിട്ടാനുള്ള കാശ് കിട്ടുന്നവരെ അയാളെ പിടിച്ച് ജയിലിട്ടു അല്ലേ? നമുക്ക് ഹീ ഡിഡ് ജസ്റ്റിസ്, ഹീ റിസീവ്ഡ് മേഴ്സി, ബട്ട് ഹീ ഷോഡ് ജസ്റ്റിസ് ടു അതർ പേഴ്സൺ അല്ലേ? അയാൾ അപ്പോഴത്തേക്കും ഭയങ്കര റൈച്ചസായി, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല, എൻ്റെ കാശ് തന്നില്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് ജയിലിടുമെന്ന് പറഞ്ഞു. ഇത് സംഭവിച്ചപ്പോൾ അവൻ്റെ കൂട്ടുദാസന്മാർ കണ്ട് ദുഃഖിച്ച് ചെന്ന് യജമാനൻ്റെ അടുത്ത് കാര്യം പറഞ്ഞു. യജമാനൻ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, ദുഷ്ടദാസനെ നീ എന്നോട് അപേക്ഷിക്കാൽ ഞാൻ നിൻ്റെ കടമൊക്കെയും ഇളച്ചു തന്നല്ലോ. എന്നിട്ട് അടുത്ത വാക്യം ശ്രദ്ധിക്കണം, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്കും കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലേ എന്ന് പറഞ്ഞു. 33 പറയുകയാണ്, ഷുഡ് യു നോട്ട് ഓൾസോ ഹാവ് ഹാഡ് മേഴ്സി ഓൺ യുവർ ഫെലോ സ്ലേവ് ഇൻ ദ സെയിം വേ ദാറ്റ് ഐ ഹാഡ് മേഴ്സി ഓൺ യു. അന്നേരം എന്താണ് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്? ഈ മേഴ്സി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ എടുക്കുന്നില്ല, ഇറ്റ് ഷുഡ് ബി ട്രാൻസ്ഫർ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ മേഴ്സി ലഭിച്ച അതേ ആൾക്ക് എന്ത് സംഭവിച്ചു എന്നാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ യജമാനൻ കോപിച്ച് അവൻ്റെ കടം ഒക്കെയും തീർക്കോളം അവനെ ദണ്ഡിപ്പിക്കുന്ന ഇടയിൽ ലഭിച്ചു. യജമാനൻ എന്ത് ചെയ്തു? മേഴ്സി ലഭിച്ച ആളുടെ അടുത്തു നിന്ന് ആ മേഴ്സി ഇങ്ങ് തിരിച്ചു വാങ്ങിച്ചിട്ട് അയാളുടെ എന്ത് കാണിച്ചു? ജസ്റ്റിസ് കാണിച്ചു അല്ലേ? കടം കൂട്ട് തരുന്നവരെ നീയും പോയി നീതിയായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നേരിടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറയാണ്, ലാസ്റ്റ് അവിടെയാണ് ആ പാരബിളിൻ്റെ അവസാനം പറയാണ്, നിങ്ങൾ ഓരോരുത്തൻ ഹൃദയപൂർവ്വം മറ്റുള്ളവരോട് ക്ഷമിക്കാതിരുന്നാൽ മൈ ഹെവൻലി ഫാദർ വിൽ ഓൾസോ ഡു ദ സെയിം ടു യു ഇഫ് ഈച്ച് ഓഫ് യു ഡസ് നോട്ട് ഫോർഗീവ് യുവർ ബ്രദർ ഫ്രം യുവർ ഹാർട്ട്. അന്നേരം എന്താണ് കർത്താവ് പറയുന്നത്? മേഴ്സി ലഭിച്ച ഒരാൾ, നമുക്ക് മേഴ്സി ലഭിച്ചതാണെന്ന് അറിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് ബി റെഡി ടു ഷോ മേഴ്സി ടു അതേഴ്സ്. നമുക്ക് റൈച്ചസ്നെസ് ചെയ്യാനായിട്ട് കഴിയും, അതിൽ തെറ്റൊന്നുമില്ലായിരിക്കും. പക്ഷേ നമ്മൾ അന്നേരം ചിന്തിച്ച് നോക്കണം, നമ്മൾക്ക് റൈച്ചസ്നെസ് ഒരു ജഡ്ജ്മെൻറ്റ് ദൈവം തരികയാണ് എങ്ങനെ ഇരിക്കും? നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ ഇരിക്കും? നമ്മളുടെ കുടുംബത്തിൽ നമ്മളെപ്പോഴും നമ്മുടെ കുട്ടികളുടെ അടുത്ത്, നമ്മുടെ ഭാര്യമാരുടെ അടുത്ത്, ഭർത്താക്കന്മാരുടെ അടുത്ത് ഒക്കെ നമ്മൾ എന്താണ് കാണിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ റൈച്ചസ്നെസ് കാണിക്കാൻ തയ്യാറായിരിക്കും, ബട്ട് ഷോ മേഴ്സി. ഈവൻ കുട്ടികളുടെ അടുത്താണെങ്കിലും, അവരെ ഡിസിപ്ലിൻ ചെയ്യുമ്പോഴാണെങ്കിലും, ദൈവം നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് അതേപോലെ ഡിസിപ്ലിൻ ചെയ്ത് നമ്മൾ എങ്ങനെ ഇരുന്നേനെ? ഞാൻ സമയം പോയതുകൊണ്ട് എൻ്റെ ബാക്കി കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് സമയമില്ലെങ്കിൽ ഞാൻ ചുരുക്കമായിട്ട് പറയാം. ഞാൻ കുവൈറ്റിൽ നിന്ന് ഇവിടെ വന്നതിന് ശേഷം കാര്യങ്ങളാണ് പറഞ്ഞത്. കുവൈറ്റ് വെച്ചിട്ട് ഞാൻ 22 വർഷം കുവൈറ്റിലായിരുന്നു പറഞ്ഞില്ലേ. നിങ്ങൾക്ക് അറിയാവുന്ന തരത്തിൽ മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ളവർക്കറിയാം, ഇവിടെ ഈ ഹ്യൂമൻ റൈറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണ്. മൈ റൈറ്റ് എന്നുള്ളതൊക്കെ ഭയങ്കര പാലിക്കപ്പെടുന്ന കാര്യമാണ്. മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്തിട്ടുള്ള അവിടെ നിന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയായിട്ട് നടക്കത്തില്ല. എന്നിട്ട് ഞാൻ ഈ ആദ്യത്തെ 7 വർഷം വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു. ആ കമ്പനിയിൽ 7 വർഷം വർക്ക് ചെയ്തിട്ട് ഞാൻ പോകുമ്പോൾ ആ കമ്പനിയുടെ ഓണർ അദ്ദേഹം എൻ്റെ ലീവ് സാലറി തന്നില്ല,
ഒരു ഇൻഡെംനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഗൾഫിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതൊന്നും തരാതെ തന്നെ കമ്പനി എന്ന് പറഞ്ഞു വിട്ടു. ഇപ്പോഴത്തെ ഒരു കണക്കിൽ ഇറ്റ്സ് ഇൻ 2005-06 ടൈമിലാണ് ഒരു 7 ലക്ഷം രൂപയോളം എനിക്ക് തരാനുള്ളത് അദ്ദേഹം തന്നില്ല. തരാതെ തന്നെ കമ്പനി എന്ന് പറഞ്ഞു വിട്ടു. മാത്രമല്ല ഇദ്ദേഹം എനിക്കെതിരെ അദ്ദേഹത്തിന് 7 ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എനിക്കെതിരെ ഒരു കള്ളക്കേസും കൊടുത്തു, ഒരു ഡോക്യുമെൻ്റ് തിരുത്തിയിട്ട്. അതിൻ്റെ അപ്പുറത്ത് എനിക്ക് 2 ദിവസം പോയി ജയിലിൽ കിടക്കേണ്ടി വന്നു കുവൈറ്റിൽ. അന്നേരം കുവൈറ്റിൽ ബാക്കി സ്ഥലങ്ങളെ കൂടാതെ കുവൈറ്റിൽ ജയിലും അനുഭവിച്ചിട്ടുള്ള ചുരുക്കം പേരിലൊരാളാണ് ഞാൻ. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ ജയിലിൽ നിന്ന് വിട്ടു. ഞാൻ കോർട്ടിൽ ഇതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്തു. കോർട്ടിൽ നിന്ന് എനിക്ക് ജസ്റ്റിസ് കിട്ടി. നേരെ ഗൾഫിലെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തതുകൊണ്ട് പറയാണ്, കോർട്ടുകളിൽ നിന്ന് എപ്പോഴും മിക്കവാറും നമുക്ക് ജസ്റ്റിസ് കിട്ടും. ആൾക്കാരിൽ നിന്ന് നമുക്ക് ഇൻജസ്റ്റിസേ കിട്ടാൻ സാധ്യതയുള്ളൂ, പ്രത്യേകിച്ച് കുവൈറ്റീസ് അല്ലെങ്കിൽ അവിടുത്തെ പവർഫുൾ ആൾക്കാരുടെ അടുത്ത്. പക്ഷേ ഇറ്റ് വാസ് എ മിറാക്കിൾ. ദൈവം ഭയങ്കര മിറാക്കുലസ് ആയിട്ടാണ് എനിക്ക് ജസ്റ്റിസ് തന്നത്. കോർട്ടിൽ നിന്ന് തന്നെ എന്നെ റൈറ്റ് ഓഫ് ചെയ്തു. കള്ളക്കേസാണെന്ന് അവർക്ക് പ്രൂഫായി. അതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, ഒരുപാട് പറയാനായിട്ടുണ്ട്. ചുരുക്കി പറയണം, അന്നേരം കോർട്ടിൽ നിന്ന് തന്നെ എൻ്റെ കേസ് ഡിസ്മിസ് ചെയ്തിട്ട് കോർട്ടിലെ ജഡ്ജ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിനക്കെതിരെ കേസ് കൊടുത്ത് ആൾക്കെതിരെ കൗണ്ടർ കേസ് കൊടുക്ക്. നിൻ്റെ മാനസിക നഷ്ടം, നിനക്ക് ഇൻഡെംനിറ്റി കിട്ടിയില്ല, നിനക്ക് ലീവ് സാലറി കിട്ടിയില്ല, മാത്രമല്ല നിന്നെ കള്ളക്കേസ് കൊടുത്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും, നിനക്ക് ഇഷ്ടം പോലെ പൈസ കിട്ടുമെന്ന് പറഞ്ഞു. ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് എനിക്ക് തിരിച്ച് ചെയ്യാമായിരുന്നു. പക്ഷെ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോണ്ട് ഷോ ജസ്റ്റിസ്, forgive him, leave him. ദൈവം നിനക്കുള്ള നിൻ്റെ കാര്യങ്ങൾ സെറ്റിൽ ചെയ്തോളൂ. നിൻ്റെ പൈസ പോയതോ കാര്യങ്ങളോ പോട്ടെ, ഡോണ്ട് ടേക്ക് റിവെഞ്ച് അഗൻസ്റ്റ് ഹിം. ദൈവം വേണമെങ്കിൽ അയാളുടെ അടുത്ത് ഡീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അത് forgive him. അദ്ദേഹം എന്നെ പല പ്രാവശ്യം വിളിച്ചു, ഞാൻ പിന്നെ ഫോൺ എടുത്തതേ ഇല്ല. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ കാര്യം എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ പറഞ്ഞത് നമ്മുടെ എല്ലാ ലൈഫ്, ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ലാസ്റ്റത്തെ മെസ്സേജ്. ഒറ്റ കാര്യം നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക. ഒന്ന്, നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് മേഴ്സി ലഭിച്ചവരാണ്. ഒരൊറ്റ ആൾക്കാർക്ക് ദൈവം മേഴ്സി കൊടുക്കുകയുള്ളൂ. അഡ്മിറ്റ് ദാറ്റ് വി ആർ നോട്ട് റൈച്ചസ് ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ജസ്റ്റിസിൻ്റെ സ്റ്റാൻഡേർഡിന് മുമ്പിൽ നമുക്കൊരിക്കലും നിൽക്കാൻ കഴിയുകയില്ല എന്നുള്ള അഡ്മിറ്റ് ചെയ്തിട്ട് മേഴ്സിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ ഗോഡ് വിൽ ഷോ മേഴ്സി ടു യു. റൈച്ചസ്നെസ്സിനെ എക്സീഡ് ചെയ്യുന്ന, ജസ്റ്റിസിനെ എക്സീഡ് ചെയ്യുന്ന മേഴ്സി ചെയ്ത് നിങ്ങൾ കാണിക്കും. അങ്ങനെ മേഴ്സി ലഭിച്ചവരാണ് നിങ്ങളെങ്കിൽ, അങ്ങനെയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു നമ്മളെല്ലാവരും. ഗോഡ് ഡിമാൻഡ്സ് അസ്, നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് മേഴ്സി കാണിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. റൈച്ചസ്നെസ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. പക്ഷേ ഗോഡ് വാണ്ടഡ് അസ് ടു ഷോ മേഴ്സി ടു അതേഴ്സ്, ഫോർഗീവ് അതേഴ്സ്. നമ്മുടെ തെറ്റുകളെടുത്ത് ക്ഷമിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. എഗെയിൻ നിങ്ങളുടെ എല്ലാവരുടെയുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. എനിക്ക് പല പ്രാവശ്യം ദൈവനും സംസാരിക്കാനായിട്ട് ദൈവത്തോട് അവസരം തന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന പ്രയർ മീറ്റിംഗ് ഇതാണ്, അവസാനമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന പ്രയർ മീറ്റിങ്ങും ഇതാണെന്ന് തോന്നുന്നു. ഞാൻ അടുത്ത ആഴ്ചയിൽ ഞാൻ ഇവിടുന്ന് ട്യൂഷനിലേക്ക് പോവാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആരടുത്തും പറഞ്ഞിരുന്നില്ല ഞാൻ ദൈവവചനത്തിൽ ഷെയർ ചെയ്യുന്നൊരു വ്യക്തിയാണ്, ഞാൻ ഒരിടത്തും പറഞ്ഞില്ല. പക്ഷേ ഗോഡ് ഓപ്പൺ മെനി ഡോർസ് ടു മീ. ഒന്ന് ഇവിടുത്തെ പ്രയർ മീറ്റിംഗ്, വേറെ ഏകദേശം ഒരു 5 പ്രയർ മീറ്റിങ്ങുകളോളം ഡിഫറെൻറ്റ് പ്രയർ മീറ്റിങ്ങിൽ ദൈവവചനം റെഗുലറായിട്ട് സംസാരിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. അതിൽ ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ, നിങ്ങൾക്കറിയാമെന്നറിയില്ല, ഈ ലോകത്തിലെ അന്റാർട്ടിക്കയിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ കോണ്ടിനെൻറ്റിലും ഉള്ള ആൾക്കാർ വരുന്ന ഒരു പ്രയർ മീറ്റിംഗ് ഉണ്ട് ഇവിടെ സിൻസിനാറ്റി നടക്കുന്നുണ്ട്. അറബ്സ്, ജൂസ് ഒക്കെ വരുന്നത്, അറൗണ്ട് 30 പീപ്പിളോളം വരുന്നത്. ഒരു വളരെ അത്ഭുതകരമായിട്ട് ദൈവം അവിടെ ഒരു ഡോർ ഓപ്പൺ ചെയ്തു. അവിടെയും പലയിടത്തും ദൈവം സംസാരിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. ഞാൻ ഒരിക്കലും ചിന്തിച്ചതല്ല എഗെയിൻ സിൻസിനാറ്റി വിട്ടു പോകുമെന്ന് ഞാൻ ചിന്തിച്ചതല്ല. പക്ഷേ ഐ ബിലീവ് ദൈവം എന്നെ വേറൊരു സ്ഥലത്തോട്ട്, ഞങ്ങളെ കുടുംബമായിട്ട് അയക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചെല്ലുന്നിടത്തെല്ലാം കർത്താവിൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് നിൽക്കാനായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. താങ്ക് യു.